ഹരി ഓം. ദശകമേഴ്, ശ്ലോകം 8. കാളാംഭോദകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാനമുദാരമന്ദഹസിതസ്യന്തപ്രസന്നാനനം രാജത്കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. കാള അംഭോദ കളായ കോമള രുചീ ചക്രേണ ചക്രം ദിശാം. കാളാംഭോദകളായ കോമള രുചീ ചക്രേണ ചക്രം ദിശാം. അടുത്ത വരി. ആവൃണ്വാനാം ഉദാര മന്ദഹസിത സെന്ത പ്രസന്ന ആനനം. ആവൃണ്വാനമുദാര മന്ദഹസിത സ്യന്ത പ്രസന്നാനനം. ആവൃണ്വാനം പ്ലസ് ഉദാര. ആവൃണ്വാനമുദാര മന്ദഹസിത സ്യന്ത പ്രസന്ന ആനനം. പ്രസന്നാനനം. രാജത് കമ്പു ഗദാ അരി പങ്കജധര. രാജത് കമ്പുഗദാരി പങ്കജധര. രാജത് കമ്പു ഗദാ അരി പങ്കജ. രാജത് കമ്പുഗദാരി പങ്കജധര ശ്രീമദ് ഭുജാമണ്ഡലം. ശ്രീമദ് ഭുജാമണ്ഡലം. രാജത് കമ്പുഗദാരി പങ്കജധര ശ്രീമദ് ഭുജാമണ്ഡലം. സ്രഷ്ടു തുഷ്ടികരം. സ്രഷ്ടുഹു തുഷ്ടികരം. അവിടെ വിസർഗമുണ്ട്. അത് ചേർത്ത് വരുമ്പോഴാണ് സ്രഷ്ടുസ്തുഷ്ടികരം. സ്രഷ്ടുഹു പ്ലസ് തുഷ്ടികരം. സ്രഷ്ടുസ്തുഷ്ടികരം. വപുഹു തവ. വപുസ്തവ. വപുഹു പ്ലസ് തവ. വപുസ്തവ. വിഭോ മത് രോഗം ഉദ്വാസയേത്. മദ്രോഗമുദ്വാസയേത്. മദ്രോഗമുദ്വാസയേത്. മത് രോഗം ഉദ്വാസയേത്. മത് രോഗമാണ് മദ്രോഗം പ്ലസ് ഉദ്വാസയേത്. മദ്രോഗമുദ്വാസയേത്. സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. കാളാംഭോദകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാനമുദാരമന്ദഹസിതസ്യന്തപ്രസന്നാനനം രാജത് കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. ശ്ലോകം 8 അന്വയവും അർത്ഥവും നോക്കാം. ഇവിടെ ഭഗവത് രൂപത്തിൻ്റെ വർണ്ണനമാണ്. ബ്രഹ്മാവ് കണ്ട ആ ഭഗവത് രൂപം. വിഭോ സർവശക്തനായ അല്ലയോ ഭഗവാനേ. കാളാംഭോദകളായ കോമളരുചി ചക്രേണ. കാളാംഭോദകളായ കോമളരുചി ചക്രേണ എന്ന് വെച്ചാൽ കാർമേഘം പോലെയും കായാമ്പു പോലെയും കോമളമായ കാന്തിപടലം കൊണ്ട് ദിശാം ചക്രം ആവൃണ്വാനാം. ദിശാം എന്ന് വെച്ചാൽ ദിക്കുകൾ. ദിശാം ചക്രം ആവൃണ്വാനാം ദിക്കുകളെല്ലാം മൂടുന്നതും ഉദാരമന്ദഹസിത സ്യന്തപ്രസന്നാനനം. ഉദാരമന്ദഹസിത എന്ന് വെച്ചാൽ ആ സുന്ദരമായ മന്ദഹാസം പൊഴിയുന്ന. എങ്ങനത്തെ? ആ ഉദാരമന്ദഹസിത സ്യന്തപ്രസന്നാനനം ആ മുഖം. അപ്പം സുന്ദര മന്ദഹാസം പൊഴിയുന്ന ആ തെളിഞ്ഞ മുഖത്തോടു കൂടിയതും
രാജത്കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം. രാജത്കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം. അപ്പോൾ അങ്ങനെ തെളിഞ്ഞ മുഖത്തോടുകൂടി വിളങ്ങുന്നതും പിന്നെ വിളങ്ങുന്ന ശംഖചക്രഗദാപത്മങ്ങൾ ധരിച്ച 4 തൃക്കൈകളുള്ളതും അതാണ് ശ്രീമദ്ഭുജാമണ്ഡലം. സ്രഷ്ടുഹു തുഷ്ടികരം. സ്രഷ്ടുഹു എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, തുഷ്ടികരം. അപ്പം ആ ബ്രഹ്മാവിന് സന്തോഷം നൽകുന്നതുമായ തവ വപുഹു മദ്രോഗം ഉദ്വാസയേത്. തവ വപുഹു, ആ നിന്തിരുവടിയുടെ തിരുവുടൽ, മദ്രോഗം, മത് രോഗം, എൻ്റെ രോഗം, ഉദ്വാസയേത്, എൻ്റെ ആ രോഗത്തെ ദൂരീകരിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. അപ്പോൾ സർവശക്തനായ ഭഗവാനെ ആ കാർമേഘം പോലെയും കായാമ്പു പോലെയും കോമളമായ കാന്തിപടലം കൊണ്ട് ദിക്കുകളെല്ലാം മൂടുന്നതും ആ സുന്ദരമായ മന്ദഹാസം പൊഴിയുന്ന തെളിഞ്ഞ മുഖത്തോടു കൂടിയതും ആ വിളങ്ങുന്ന ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച. അപ്പം നമ്മളിതെല്ലാം മനസ്സിൽ കാണണം, എങ്ങനെയാണ് ഭഗവാനെ കാണുന്നതെന്ന്. ശംഖചക്ര ഗദ പത്മം, താമരപ്പൂ ഇതെല്ലാം കയ്യിൽ ധരിച്ചിട്ടുണ്ട്. നിറം പിന്നെ കായാമ്പൂവിൻ്റെ നിറം, കാർമേഘം പോലെയും കായാമ്പൂ പോലെയും ആ കോമളമായ ആ മുഖം, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമ്പം ആ സുന്ദര മന്ദഹാസം, ആ മുഖത്ത് സുന്ദര മന്ദഹാസമുണ്ട്. കയ്യിൽ ശംഖ ചക്ര ഗദ താമരപ്പൂവ് ഇതെല്ലാം 4 കൈകളിൽ ധരിച്ചിട്ടുണ്ട്. അപ്പം അത് കണ്ടപ്പം ബ്രഹ്മാവിന് സന്തോഷമുണ്ടായി. അപ്പം അങ്ങനെ നിന്തിരുവടിയുടെ തിരുവുടൽ കണ്ട ബ്രഹ്മാവിന് എത്രത്തോളം സന്തോഷം ഉണ്ടായോ ആ സന്തോഷം എനിക്കും ഉണ്ടാകണം, എൻ്റെ രോഗത്തെ ദൂരീകരിക്കുകയും ചെയ്യണമേ എന്നാണ് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത്.